പാക് സൈനിക മേധാവി അസിം മുനീർ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്നും ഇറാൻ അധികൃതരുമായി ചർച്ച നടത്തുകയാണ് എന്നും US-ന്റെ അടുത്ത ചർച്ചയിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഡിമാൻഡുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഇറാനെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നുമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം പാകിസ്ഥാന് അമേരിക്ക നന്ദി പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ചർച്ചകളിലെ ഏക മധ്യസ്ഥൻ പാകിസ്ഥാനാണെന്നും അവരുടെ ഇടപെടലുകൾ അഭിനന്ദനാർഹമാണെന്നുമാണ് അമേരിക്കയുടെ പ്രശംസ പാകിസ്ഥാന്. അജയ്, ഇപ്പോൾ ചർച്ചകൾക്കുള്ള കളമൊരുങ്ങുന്നുണ്ട്. രണ്ടാം ഘട്ട ചർച്ചകളാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏത് നിമിഷവും അത് സംഭവിച്ചേക്കാം. ഒരുപക്ഷെ അത് ആരംഭിച്ചിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴും എന്തിലൂന്നിയുള്ള ചർച്ച എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഹോർമുസുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്കയും ഇറാനും തയ്യാറല്ല. ആണവ വിഷയത്തിൽ ഇറാൻ പുറകോട്ടില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയൊരു ഫോർമുല രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള ബാധ്യത ഇപ്പോൾ പാകിസ്ഥാനാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള അസീം മുനീർ ഇപ്പോൾ ഇറാനിൽ എത്തിയിരിക്കുന്നത്. അവിടെ ചെന്ന് ഇറാന്റെ ഒഫീഷ്യൽസിനെ ഒന്ന് അനുനയിപ്പിക്കുക, അതിന്റെ ചുമതല തന്നെയാണ് പാകിസ്ഥാന് ഇക്കാര്യത്തിലുള്ളത്. മാത്രമല്ല പാകിസ്ഥാന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഉൾപ്പെടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിയ, അതായത് ആഗോള തീവ്രവാദത്തിന്റെ ഉൽപാദകരാണ് പാകിസ്ഥാൻ എന്നൊരു വാദം. അപ്പോൾ ഈ ഒരു ഭീകരവാദത്തിന് കളമൊരുക്കുന്ന ആ ഒരു ഇമേജ് ഒന്ന് നന്നാക്കി ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്നുള്ള രീതിയിലൊക്കെ അവരുടെ ഒരു ഇമേജ് മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ പാകിസ്ഥാൻ അത് തുടർച്ചയായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് അതിന്റെ ഒരു ഗിമ്മിക് ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇക്കാര്യത്തിനെ പറയാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പാകിസ്ഥാൻ ഈ മീഡിയേറ്ററിന്റെ ഒരു കാര്യം അത് ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ചർച്ചകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 കാര്യങ്ങളിലൂന്നിയാണ് കഴിഞ്ഞ തവണത്തെ ചർച്ച പരാജയപ്പെട്ടത്. അതിൽ ആണവ വിഷയം എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടത് അടുത്ത 20 വർഷത്തിലേക്ക് ഇറാനിൽ ആണവായുധം നിർമ്മിക്കരുത്, അതിനെ സംബന്ധിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെ പരിമിതിപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇറാൻ പറഞ്ഞത് ഈ 20 വർഷമൊന്നും പറ്റില്ല, വേണമെങ്കിൽ 5 വർഷത്തേക്ക് വരുന്ന 5 വർഷത്തേക്ക് ആണവായുധം ഉൽപ്പാദിപ്പിക്കാതിരിക്കാം, അതിനുള്ള ഒരു ധാരണ ഞങ്ങൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. പക്ഷെ അമേരിക്ക ആ 5 വർഷം എന്നുള്ള സമയപരിധി അംഗീകരിച്ചില്ല. 20 വർഷം എന്നുള്ളതിൽ തന്നെ അമേരിക്ക ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹോർമുസിന്റെ നിയന്ത്രണവും ഇറാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് തീർത്തും പറഞ്ഞിട്ടുണ്ട്. ഹോർമുസ് തുറക്കാം, പക്ഷേ നിയന്ത്രണം ഇറാന് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇറാൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ ഒരു നിർദ്ദേശം അമേരിക്ക അംഗീകരിക്കാത്തത് ലെബനന്റെ കാര്യമാണ്. ഇപ്പോൾ ഇറാനിൽ വെടിനിർത്തൽ കൊണ്ടുവന്നതുപോലെ ലെബനനിലും വെടിനിർത്തൽ കൊണ്ടുവരണം, ഇസ്രായേൽ ലെബനന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ വെടിനിർത്തൽ പരിധിയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ കൺസേണിൽ ലെബനൻ വരുന്നില്ല, അതുകൊണ്ട് ഇക്കാര്യവും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് അമേരിക്ക പറഞ്ഞത്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല. പക്ഷേ ഈ വെടിനിർത്തൽ കാലയളവ് ഈ വരുന്ന ഏപ്രിൽ 22-ന് അവസാനിക്കുകയുമാണ്. അപ്പോൾ അതിനിടയിൽ ഒരു ധാരണയുണ്ടാക്കി മുൻപ് ഒരു ധാരണയിൽ എത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ വീണ്ടും അമേരിക്കൻ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം. തിരിച്ച് ഗൾഫ് മേഖലയിലേക്കുള്ള ഇറാന്റെ ആക്രമണങ്ങളും പ്രതീക്ഷിക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.